നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നിർണായകമായ വാർത്താ സമ്മേളനം ഇന്ന് നടക്കാൻ പോവുകയാണ്. ദില്ലിയിൽ ഇന്ന് വൈകുന്നേരമാണ് വിർച്വലായി ഷെയ്ഖ് ഹസീന വാർത്താ സമ്മേളനം നടത്തുക. ഷെയ്ഖ് ഹസീനയോടൊപ്പം അവരുടെ മകനും അവാമി ലീഗിൻ്റെ ഉന്നത നേതാക്കന്മാരുമെല്ലാം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ചും തൻ്റെ പ്രധാനമന്ത്രി പദം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചും ബംഗ്ലാദേശിൽ നടന്ന 2024 നടന്ന അട്ടിമറിയെക്കുറിച്ചുമൊക്കെ അവർ സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശ് ഈ വാർത്താ സമ്മേളനം ഉറ്റുനോക്കുകയാണ്. ബംഗ്ലാദേശ് ഈ വാർത്താ സമ്മേളനത്തെ ഭയപ്പെടുകയാണ്, നിലവിലുള്ള സർക്കാർ അടക്കം. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ വാർത്താ സമ്മേളനം ബംഗ്ലാദേശിൽ സംപ്രേഷണം ചെയ്യുകയോ വാർത്തകൾ കൊടുക്കുകയോ ചെയ്യരുതെന്ന് വാർത്താ ഏജൻസികളോടും മാധ്യമങ്ങളോടും ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു മീഡിയ സെൻസർഷിപ്പ് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഷെയ്ഖ് ഹസീന പറയുന്നതൊന്നും തന്നെ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. എന്തായാലും ഇന്ത്യക്ക് ഇപ്പോൾ ബംഗ്ലാദേശ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം ഈ വാർത്താ സമ്മേളനം കാരണം മോശമാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ വാർത്താ സമ്മേളനം നടത്താൻ ഷെയ്ഖ് ഹസീനയെ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിൻ്റെ മുന്നറിയിപ്പിനെ തള്ളിക്കളയുകയാണ് ഇന്ത്യ. അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് യാതൊരു പങ്കുമില്ല. വാർത്താ സമ്മേളനം അറേഞ്ച് ചെയ്യുന്നത്, വാർത്താ സമ്മേളനത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഒരു സ്വകാര്യ ന്യൂസ് ഏജൻസിയാണ്. ഈ മീഡിയ സ്ഥാപനമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതിന് സർക്കാരുമായി ബന്ധമൊന്നുമില്ല. സർക്കാരിനോട് സംസാരിക്കുകയോ സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലാതെയാണ്, സ്വതന്ത്രമായിട്ടാണ് വെർച്വലായിട്ടുള്ള ഈ വാർത്താ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സർക്കാരിന് പങ്കില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ നയതന്ത്ര ബന്ധം മോശമാകണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇന്ത്യക്കും പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ ബംഗ്ലാദേശിനും തിരിച്ച് മറുപടി നൽകിയിരിക്കുകയാണ്. 2024 ഓഗസ്റ്റിലാണ് ബംഗ്ലാദേശിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ ഒരു യുവജന പ്രക്ഷോഭം കാരണം അട്ടിമറിക്കപ്പെടുന്നത്. അവിടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒരു പ്രക്ഷോഭമുണ്ടാകുന്നു. ആ രാജ്യത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന സംവരണം വിഷയമാക്കിക്കൊണ്ടാണ് വലിയ പ്രക്ഷോഭം നടന്നത്. ആ പ്രക്ഷോഭത്തിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഭരണം നഷ്ടമാകുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രക്ഷോഭകർ ഇരച്ചു കയറുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. സൈന്യവും പ്രക്ഷോഭകർക്ക് പിന്തുണ നൽകുന്നു. അതോടുകൂടി ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായം തേടുന്നു. ഇന്ത്യ പ്രത്യേക ദൗത്യ സംഘത്തെ അയച്ചുകൊണ്ടൊക്കെയാണ് അവിടെ നിന്നും ഷെയ്ഖ് ഹസീനയെ പൊക്കിയെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് പലതവണ ബംഗ്ലാദേശ് സർക്കാരുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാർ രൂപം കൊണ്ടു. ഇടക്കാല സർക്കാരിൻ്റെ നിയന്ത്രണം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ ഇസ്ലാമിക പാർട്ടിക്കായിരുന്നു. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിലെമ്പാടും വലിയ ന്യൂനപക്ഷ വിരുദ്ധ കലാപങ്ങൾ നടന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയുമെല്ലാം വൻതോതിൽ മർദ്ദിച്ച് അവശരാക്കുന്ന, കൂട്ടക്കൊല ചെയ്യുന്ന കലാപങ്ങളാണ് ബംഗ്ലാദേശിൽ പിന്നീട് അരങ്ങേറിയത്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വീടുകൾ ചുട്ടെരിച്ചു, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചു, അവരുടെ ആരാധനാലയങ്ങൾ തകർത്തു, കൂട്ടം കൂട്ടമായി ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കി. സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിടാതെ അവരെ മാനഭംഗപ്പെടുത്തുന്ന തരത്തിലേക്ക് പോലും കലാപം വളർന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ നടന്ന ഹിന്ദു വംശഹത്യയും ഹിന്ദു വേട്ടയുമെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിലായി ഹിന്ദു അവിടെ സംഘടിക്കുകയും വലിയ പോരാട്ടങ്ങൾ തിരിച്ചും നടത്തുകയും ഒക്കെ ചെയ്തു. ഹിന്ദു സംഘടനാ നേതാക്കളെ ജാമ്യമില്ലാതെ അകത്തിട്ടും മറ്റുമൊക്കെയാണ് ഈ സമരങ്ങളെ ബംഗ്ലാദേശ് സർക്കാർ അന്ന് പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കലാപങ്ങൾക്കെതിരെ ഇന്ത്യ അന്ന് ശക്തമായി പ്രതികരിച്ചിരുന്നു. ഈ കലാപങ്ങൾ നടത്തുന്ന കലാപകാരികളെ ബംഗ്ലാദേശ് സർക്കാർ സംരക്ഷിക്കുകയാണ് എന്ന് ഇന്ത്യ ആരോപിച്ചു. അന്നു മുതൽ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിരുന്നു.
ഇന്ത്യയെ ഉപേക്ഷിച്ച് ചിരകാല ശത്രുവായിരുന്ന പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടാൻ ബംഗ്ലാദേശ് പോയി. പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക, പാകിസ്ഥാനിൽ നിന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് സന്ദർശിക്കുക, ബംഗ്ലാദേശിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ സന്ദർശിക്കുക, ചൈനയുമായി തന്ത്രപ്രധാനമായ കൂട്ടുകെട്ടുണ്ടാക്കുക, ചൈനയിൽ പോയി ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഘടിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കുക എന്നിങ്ങനെ പല കാര്യങ്ങളും ബംഗ്ലാദേശിലെ ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബംഗ്ലാദേശിൻ്റെ ഈ ആവശ്യത്തോട് ഇന്ത്യ പ്രതികരിക്കാൻ പോലും പോയില്ല. മാത്രമല്ല, ഈ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലെ ഒരു കോടതി വിവിധ കുറ്റങ്ങൾ ചുമത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നിലം തൊട്ടില്ല. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന മറ്റൊരു പാർട്ടിയാണ്, അതായത് അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ചില മെച്ചപ്പെടലുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ അനധികൃതമായ ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ നിന്നും പടിയിറക്കി വിടുന്ന ഒരു നയം ഇന്ത്യക്കുണ്ടായത്. ഇത് തീർച്ചയായും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ബാധിച്ചാലും കുഴപ്പമില്ല, അനധികൃതമായി വിദേശികളെ രാജ്യത്തിനകത്ത് താമസിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് കടുംപിടുത്തത്തിലാണ് ഇന്ത്യ. മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പുതിയ വിഷയവും ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് ബംഗ്ലാദേശ് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. അത് തടയണമെന്നവർ ഈ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് സാധിക്കില്ല എന്ന് ഇന്ത്യൻ സർക്കാരും നിലപാടെടുത്തു. ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധമില്ലാതെ ഒരു സ്വകാര്യ മീഡിയ കമ്പനിയുടെ സഹായത്തോടു കൂടിയാണ് ഷെയ്ഖ് ഹസീന വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും ഇതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ബംഗ്ലാദേശ്. ബാധിക്കുമെങ്കിൽ ബാധിക്കട്ടെ, അതങ്ങനെ ആയിക്കോട്ടെ എന്ന് ഇന്ത്യ ഇപ്പോൾ തീരുമാനം പറഞ്ഞിരിക്കുകയുമാണ്.